യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ വാഗ്ദത്ത വചനം നാം ധ്യാനിക്കുമ്പോൾ ഈ വചനം ഉത്തരമായി നമുക്ക് കടന്നു വരുന്നത് കൃപയ്ക്ക് മേൽ കൃപ എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും, കൃപയ്ക്ക് മേൽ കൃപ എങ്ങനെ സ്വീകരിക്കാം, അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം നമുക്ക് എങ്ങനെ സാധിക്കാം എന്നാണ്. യോഹന്നായ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യമാണ് നാം ധ്യാനിക്കുന്നത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനായിരിക്കും, എന്നെ ശുശ്രൂഷിക്കുന്നതിന് പിതാവ് ബഹുമാനിക്കും. 3 കാര്യമാണ് പ്രിയമുള്ളവരെ. യഥാർത്ഥമായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തെ അനുഗമിക്കണം. അപ്പം എന്ത് ചെയ്യും? ദൈവം നമ്മെ ചേർത്ത് വയ്ക്കും, ദൈവത്തോട് കൂടെ നമുക്കാകാൻ സാധിക്കും. വീണ്ടും ദൈവത്തെ യേശുവിനെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അപ്പോൾ കൃപയ്ക്ക് മേൽ കൃപ കിട്ടണമെങ്കിൽ ത്യാഗപൂർണമായ ഒരു ശിഷ്യത്വത്തേക്ക് കർത്താവിനെ വിളിച്ചിരിക്കുന്നു. ഈ ത്യാഗപൂർണമായ ശിഷ്യത്വം വില കൊടുത്ത് ഈശ്വരൻ അനുഗമിക്കുന്നു. ഈ വചനത്തെ തൊട്ടു മുന്നേ പറയുന്നുണ്ട്, ഒരു ഗോതമ്പ് മണിയാണ്, ഗോതമ്പ് മണിയെ പോലെ അഴിയപ്പെടണം. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിപൂർണ സമർപ്പണത്തിലൂടെ ക്രിസ്തുവിൻ്റെ പഠനത്തെ അനുസരിച്ചുകൊണ്ട് അവനോടൊപ്പമുള്ള ജീവിതമാണ് ത്യാഗപൂർണമായ ജീവിതം. ഞാൻ വ്യയം ചെയ്യപ്പെടണം, ഇല്ലാതാകണം. കൃപയ്ക്ക് മേൽ കൃപ കിട്ടും, അനുഗ്രഹത്തിന് മേൽ നിനക്ക് അനുഗ്രഹം കിട്ടും. നിന്നെ സമർപ്പിക്കണം, തമ്പുരാനെ കൽപ്പന അനുസരിക്കണം, ഗോതമ്പ് മണിയെപ്പോലെ അഴിയപ്പെടണം. യേശുവിൻ്റെ ശിഷ്യയായി മാറാൻ നമുക്ക് സാധിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ കൃപയ്ക്ക് മേൽ കൃപ കിട്ടാൻ, അനുഗ്രഹത്തെ മേൽ അനുഗ്രഹം കിട്ടാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ നിയമങ്ങളെല്ലാം വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ, പരിത്യാഗ ജീവിതത്തിലൂടെ, കൽപ്പന പാലിക്കുന്നവരുടെ കർത്താവ് നിന്നെ അനുകരിക്കാൻ പോകുന്നു. അച്ഛൻ നിങ്ങൾക്ക് ഈശ്വരാശ്വാസം തരാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.